വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 11-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള തിരുവചനങ്ങൾ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഞാൻ ശാന്തശീലനും വിനീത ഹൃദയനുമാകയാൽ എന്റെ നുകം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും ചെയ്യുവിൻ, അപ്പോൾ നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. എന്തെന്നാൽ എന്റെ നുകം വഹിക്കാൻ എളുപ്പമുള്ളതും ചുമട് ഭാരം കുറഞ്ഞതുമാണ്. ഓർമ്മിക്കുക, മർത്തായെപ്പോലെ ഇന്ന് മനുഷ്യന് വ്യഗ്രതകളും ആകുലതകളും അസ്വസ്ഥതകളും മൂലം പ്രാർത്ഥിക്കുവാൻ, ഈശോയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ നേരമില്ല. നേരം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കാനിരിക്കുന്നവരാകട്ടെ, ഈശോയെ ശ്രവിക്കുന്നതിനു പകരം കാണാതെ പഠിച്ചു വെച്ചതോ പുസ്തകത്തിൽ എഴുതി വെച്ചതോ ആയ ചില പ്രാർത്ഥനകൾ അധരം കൊണ്ട് ഉരുവിടുകയും മനസ്സിനെ മറ്റു പല സ്ഥലങ്ങളിലേക്കും വ്യക്തികളിലേക്കും നയിച്ചുകൊണ്ട് പല വിചാരത്തിൽ മുഴുകുകയുമാണ് ചെയ്യുന്നത്. മനസ്സ് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്യുന്നത് പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലായിരിക്കും. മർത്തായെ എന്ന പോലെ ഇന്ന് നമ്മെയും ഏറെ സ്നേഹത്തോടെ നോക്കി പേര് ചൊല്ലി വിളിച്ച് ഈശോ പറയുന്നു, ജീവന്റെ വചനത്തിൽ നിന്ന് ശാന്തിയും സമാധാനവും സ്വീകരിക്കാൻ കഴിഞ്ഞാൽ സ്നേഹിക്കുന്നവന്റെ സാന്നിധ്യം അനുഭവമാകും. ജോലിയും പ്രാർത്ഥനയാക്കി മാറ്റിയാൽ ജീവിതമേറെ ചലനാത്മകവും ആസ്വാദ്യകരവുമാക്കി മാറ്റുവാൻ കഴിയും. ഇപ്രകാരം പ്രാർത്ഥനയും ജോലിയും ഒന്നിപ്പിക്കുന്നതിലാണ് ജീവിത വിജയം അടങ്ങിയിരിക്കുക. ജോലി കഴിഞ്ഞ് പ്രാർത്ഥിക്കുവാനുള്ള മനോഭാവം പലരിലും നഷ്ടമാകപ്പെടുന്നു. സമയം ഏതു വിശുദ്ധനും ഏതു പാപിക്കും ഒരേപോലെയാണ് കർത്താവ് നൽകിയിരിക്കുന്നത്. അധ്വാനിച്ച് മടങ്ങി വരുന്നവർക്ക് വിശ്രമം യഥാർത്ഥ പ്രാർത്ഥനയാക്കി മാറ്റണം. ദൈവിക സാന്നിധ്യം അനുഭവിക്കലാണ് ഏറ്റവും നല്ല വിശ്രമം. സുവിശേഷത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം നൽകാം. ജീവിതം പ്രാർത്ഥനയോടെ ക്രമീകരിക്കുമ്പോൾ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ അധിക ഭാരം കൂടാതെ വളരെ വേഗം ചെയ്തു തീർക്കുവാനും ധാരാളം സമയം മിച്ചം ലഭിക്കുകയും ചെയ്യുന്നു. ആയതുകൊണ്ട് തമ്പുരാന് സ്വീകാര്യമായ ഏതു പ്രവൃത്തി ചെയ്താലും ഒരു പ്രാർത്ഥന അതിനു മുന്നിൽ കണ്ടിരിക്കണം. പിറവി തിരുനാളിന്റെ ഒരുക്കത്തിൽ പ്രാർത്ഥനാപൂർവം പ്രവൃത്തികൾ ചെയ്യാൻ ശ്രമിക്കുകയും അതിനായുള്ള കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം.